വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. ഗ്രാമർ പാർട്ടാണ്. തുടക്കത്തിൽ കുട്ടികളുടെ മാത്രമല്ല രക്ഷിതാക്കളും കൂടി അറിയാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി പറയാണ്. 130 കുട്ടികളുണ്ടായിട്ട് ഈ ഗ്രാമർ പാർട്ട് എത്തുന്ന സമയത്ത് ബിലോ 100 സ്റ്റുഡൻസാണ് ആ ക്ലാസ് കേൾക്കുന്നതും കാണുന്നതും. ഇതത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എപ്പോഴും വേണമെങ്കിലും കേൾക്കാവുന്ന, എപ്പോഴും വേണമെങ്കിലും കാണാവുന്ന, എപ്പോഴും വേണമെങ്കിലും പഠിക്കാവുന്ന തരത്തിലാണ് ഇട്ട് തരുന്നത്. ഒരു നിശ്ചിത സമയത്ത് ഇരുന്ന് പഠിക്കണം എന്നില്ല. പക്ഷേ നിങ്ങളത് ടച്ച് ചെയ്യാത്തത് കൊണ്ട്, അതിൽ നിങ്ങളുടെ കൈവിരൽ പതിയാത്തത് കൊണ്ട്, നിങ്ങളത് കേൾക്കാത്തത്, ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട്, അപ്പം ഇന്ന് ഇത് കൺട്രോൾ ചെയ്യുന്ന അമ്പിളി ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും കുട്ടികളുടെയും രക്ഷിതാക്കളോടും ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഇഫ് യു ലേൺ ഇറ്റ് വിൽ ഹെൽപ്ഫുൾ ടു യു. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിൽ പഠനത്തിൽ ഇത് എത്രത്തോളം സഹായകരമാണെന്ന്. ചിലപ്പോഴേ ഇതൊന്നും പഠിക്കാതെ തന്നെ ഇവിടുത്തെ നോട്ടും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ഒക്കെ കിട്ടും. ബട്ട് ഇഫ് യു വാണ്ട് A+ ഗ്രേഡ് ഇൻ യുവർ ഹെഡ്, യു ഹാവ് ടു ലേൺ സച്ച് തിങ്സ്. അത്ര ക്ലിയറായിട്ട് ടൈം എടുത്തിട്ട് 1 by 1 ആയിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആസ് യുവർ ടീച്ചർ ഐ വാണ്ട് യു, ഐ അഡ്വൈസ് യു, ലേൺ ഇറ്റ് വെൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പാഠഭാഗത്തിലുള്ള ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റി ഭാഗമാണ്. ആക്ടിവിറ്റി ഭാഗത്ത് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇംഗ്ലീഷിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്. അപ്പം റിലേറ്റീവ് പ്രൊനൗൺ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ചില വാക്പ്രയോഗങ്ങളും അതിൻ്റെ ആന്തര അർത്ഥമുണ്ട്. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് കേട്ടാൽ നമ്മളെന്തോ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തോ ഒന്നിൻ്റെ പേര് കേൾക്കുന്ന മാതിരി നമുക്ക് തോന്നുള്ളൂ. അല്ല, ഇതിനൊരു ചെറിയ ഇന്നർ ലിങ്ക് ഉണ്ട് ഉള്ളിൽ. ആ ലിങ്ക് കണ്ടെത്തിയാൽ ഇത് എക്കാലത്ത് നമ്മുടെ കയ്യിലാണ്, വരുതിയിലാണ്. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? അപ്പം നമ്മളിവിടെ നോക്കുന്നു, നൗൺ എന്നൊരു പദമുണ്ട് കേട്ടോ, പ്രൊനൗൺ എന്നൊരു പദമുണ്ട്. എന്നിട്ടതിന് മുന്നിൽ ഒരു വിശേഷണം കൂടി കൊടുത്താൽ റിലേറ്റീവ് പ്രൊനൗൺ. അപ്പോൾ ഇതൊന്ന് ബന്ധിപ്പിച്ച് നോക്കിയാൽ മതി, ഇതൊന്ന് ഡിഫൈൻ ചെയ്താൽ മതി. കണ്ടോളൂ. ഹൗ വി ക്യാൻ റിയലൈസ് വാട്ട് ഈസ് മീൻ ബൈ റിലേറ്റീവ് പ്രൊനൗൺ. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? നമുക്കൊന്ന് ഈ 3 പദങ്ങളും ഡിഫൈൻ ചെയ്ത് നോക്കാം. ആദ്യം എടുക്കുന്ന ഹെഡ് നൗൺ ആയിട്ടുള്ള നൗൺ തന്നെയാണ്. കണ്ടോ, നൗൺ എന്താണ്? പഠിച്ചതാണ്. നെയിമിംഗ് വേർഡ് ഓഫ് പേഴ്സൺസ്, പ്ലേസസ്, തിങ്സ്, ഫീലിങ്സ്, all the matters, all the elements of this world. ഈ പ്രപഞ്ചത്തിലെ സകലമാന മനുഷ്യരുടെ പേര്, വസ്തുക്കളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ മുഴുവൻ പേര്, നമ്മുടെ മനസ്സിലെ വൈകാരികതകളുടെ പേര്, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ മാതിരിയുള്ള എലിമെൻസിൻ്റെ പേര്, all have its own name. എല്ലാറ്റിനും പേരുണ്ട്. അത് തന്നെയാണ് നൗണ്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി നിങ്ങളെ പണ്ടേ പഠിപ്പിച്ചാണ് നൗൺ ഈസ് നെയിമിംഗ് വേർഡ്. നൗൺ ഈസ് നെയിമിംഗ് വേർഡ്, പേരിനെ കുറിക്കുന്ന പദം. ആ പേരിനെ കുറിക്കുന്ന പദമായ നൗണും പ്രൊനൗണും തമ്മിൽ എന്ത് ബന്ധം? അതും പഠിച്ചിട്ടുണ്ട് നമ്മൾ. നാമത്തിനു വേണ്ടി പകരം നിൽക്കുന്ന പദമാണ് പ്രൊനൗൺ. സർവനാമം സ്റ്റാൻഡ്സ് ഫോർ എ നൗൺ. അതായത് നമ്മൾ ഈ ചോക്ക്, പീസ് ഓഫ് ചോക്ക്, ഈ ചോക്ക് എന്ന വാക്ക് 10 തവണ ഉപയോഗിക്കുന്നതിന് പകരമാണ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ലാംഗ്വേജ്, ഭാഷ സൗകര്യപ്പെടുത്താനായിട്ട് ഇതിനെ ഇറ്റ് എന്ന് വിളിക്കുന്നത്. അതാണല്ലോ പ്രൊനൗൺ. എൻ്റെ പേര് ഞാനിങ്ങനെ പറയുന്നതിന് പകരമാണ് ഐ. ഞാൻ നിങ്ങളുടെ പേര് നിരന്തരം ഉച്ചരിക്കുന്നതിന് പകരമാണ് ഒറ്റപ്പദമായ യു. 1000 പേരുണ്ടെങ്കിലും ആ 1000 പേരെ പേരെടുത്ത് വിളിക്കാൻ പറ്റുമോ?
പിന്നെ എന്താണ് പറയുക? മലയാളത്തിൽ അവർ എന്നുള്ള വാക്ക് വെച്ചു, ഇംഗ്ലീഷിൽ ദേ എന്നുള്ള വാക്ക് വെച്ചു. അങ്ങനെ ഒരു പദം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ ക്ലാസ്സിലെ 40 കുട്ടികളുടെ പേരെടുത്ത് വിളിക്കാൻ പറ്റുമോ? അവർ എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറയാൻ അവർ എന്നല്ലാതെ 40 പേര് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ ഭാഷേൻ്റെ അവസ്ഥ എന്തായിരുന്നു? സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദീസ് വേർഡ്സ്? നൗൺ ആകട്ടെ, പ്രൊനൗൺ ആവട്ടെ, റിലേറ്റീവ് പ്രൊനൗൺ ആവട്ടെ, എന്താണ് ധർമ്മം? ഭാഷയെ സൗകര്യപ്പെടുത്തലാണ്. ടു മേക്ക് ദ ലാംഗ്വേജ് കൺവീനിയൻറ്റ് ടു സ്പീക്ക്, ടു റൈറ്റ്, ടു കമ്മ്യൂണിക്കേറ്റ്. സംസാരിക്കാൻ, എഴുതാൻ, ആശയവിനിമയം നടത്താൻ ഭാഷയെ സൗകര്യപ്പെടുത്തലാണ്. അതിൻ്റെ ഒരു പ്രയോഗമാണ് നൗണ്. അതിന് പകരം പ്രൊനൗൺ. പ്രോ എന്ന വാക്കിന് സപ്പോർട്ട് എന്ന് പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു പ്രൊനൗൺ? എൻ്റെ പേരിനെ ഞാൻ എന്നെ വിളിക്കുന്നു ഐ. നമ്മുടെ എല്ലാവരുടെയും പേരിന് പകരം നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ക്ലാസ്സിൽ പറയുന്നു വി, നമ്മൾ. ഞാൻ നിങ്ങളെ വിളിക്കുന്നു യു, നിങ്ങൾ എന്നെ വിളിക്കുന്നു യു സർ, യു ഹെൽപ്പ് മീ. ഞാൻ നിങ്ങളോട് പറഞ്ഞു യു കം ഹിയർ, ഇഫ് യു വാണ്ട് മോർ യു കം ഹിയർ. നിങ്ങൾക്ക് ഇതിൽ ഏറെ എന്തെങ്കിലും പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ രക്ഷിതാക്കളുടെ പെർമിഷനോടുകൂടി രക്ഷിതാക്കളും നിങ്ങളും വരണം. രക്ഷിതാക്കൾ ഇവിടെ കൊണ്ടച്ചാക്കി പോയാൽ ആ സമയത്ത് ഇംഗ്ലീഷ് ഏറെ വേണ്ടവർക്ക് 2 3 പേര്, അതിലപ്പുറം പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വരാം, നിങ്ങൾക്കേറെ പഠിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ വിത്ത് ദ പെർമിഷൻ ഓഫ് യുവർ പാരൻറ്റ്സ് ആൻഡ് വിത്ത് ദ നോളജ് ഓഫ് യുവർ പാരൻറ്റ്സ്. അവർ കൊണ്ടേക്കണം. അതായത് ഇക്കാലത്ത് ഇവിടെ എത്തിക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകുക എന്നുള്ളതും അവരുടെ ധർമ്മമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് മെനി ടൈംസ്, 100 times, എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരും. ഞാൻ, നമ്മൾ, നീ, നിങ്ങൾ, അവൻ, അദ്ദേഹം, അവൾ, അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീയായ അവർ, ഇനി ബഹുവചനമായ അവർ. ഇത്രയാണ് പ്രൊനൗൺ. അപ്പം നൗൺ എന്താണ്, പ്രൊനൗൺ എന്താണെന്ന് കണ്ടു. ഇനി റിലേറ്റീവ് പ്രൊനൗണിലേക്ക് വരാം. അപ്പോഴെന്തായിരിക്കും ഈ റിലേറ്റീവ് പ്രൊനൗൺ? നൗൺ അല്ലാത്ത, പ്രൊനൗൺ അല്ലാത്ത എന്തോ ഒന്നാണ് റിലേറ്റീവ് പ്രൊനൗൺ ആണല്ലോ. അച്ഛനല്ലാത്ത, അമ്മയല്ലാത്ത എന്തോ ഒന്നാണല്ലോ അച്ഛമ്മ. ആരാവുന്നാണല്ലോ അച്ഛമ്മ. അത് മൂന്നാമതൊരു വ്യക്തിയല്ലേ? അല്ല, അച്ഛൻ എന്നുള്ള പേരുണ്ട്, അമ്മ എന്നുള്ള പേരുണ്ട്. അത് രണ്ടും കൂടിയിട്ട് അച്ഛൻ വേറെ, കണ്ടോ, അമ്മ വേറെ, അച്ഛമ്മ വേറെ, 3 വ്യക്തികളല്ലേ? അതുപോലെ തന്നെ ഇവിടെയുള്ളത്. നൗണ് വേറെ, പ്രൊനൗൺ വേറെ, റിലേറ്റീവ് പ്രൊനൗൺ വേറെ. അത് രണ്ടിനും കൂടി ബന്ധിപ്പിക്കുന്നതാണ്. എങ്ങനെ ബന്ധിപ്പിക്കുന്ന നോക്കുക? ദ വേർഡ് റിലേറ്റഡ് വിത്ത് നൗൺ, നാമവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അതായത് നാം ഒരു വാചകം പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഞാനൊരാളെ പറ്റി പറയുന്നു, മിസ്റ്റർ രാംചന്ദ് ഈസ് മൈ ഫ്രണ്ട്. മിസ്റ്റർ രാംചന്ദ് എൻ്റെ സുഹൃത്താണ്. ഞാൻ അയാളുടെ പേരാ വെച്ചു, മിസ്റ്റർ രാംചന്ദ്. വീണ്ടും അയാളെ പറ്റി പറയുകയാണ് ഞാൻ, പ്രൊനൗണിലേക്ക് വരുന്നു, ഹീ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. കണ്ടോ, ഇപ്പോൾ രാംചന്ദ് ഉപയോഗിച്ചില്ലല്ലോ, നൗൺ ഉപയോഗിച്ചില്ല, പ്രൊനൗണിൽ ഉപയോഗിച്ചത്. ഹീ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. ഇനി നിങ്ങൾ ചോദിക്കാം, ആരാണ് ഈ രാംചന്ദ്? രാംചന്ദ് ഈസ് ദ പേഴ്സൺ ഹു ഹാസ് വൺ ദി അവാർഡ് ഫോർ ലിറ്റററി വർക്ക്. അപ്പം ഞാനിവിടെ പറഞ്ഞു നോക്കും, രാംചന്ദ് ഈസ് ദ പേഴ്സൺ ഹൂ വൺ ദ അവാർഡ്. കഴിഞ്ഞ വർഷത്തെ സാഹിത്യ പ്രവർത്തനത്തിലുള്ള അവാർഡ് കിട്ടിയ വ്യക്തി ആരാണോ അയാളാണ് രാംചന്ദ്. അപ്പോൾ അവിടെ രാംചന്ദിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് ഹൂ എന്ന വാക്കാണ്. കണ്ടോ, ആദ്യം രാംചന്ദ് എന്ന പേര് ഉപയോഗിച്ചു. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഭാഷയിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന എക്സാമ്പിൾ സാധാരണ 9ാം ക്ലാസ് ആയിട്ടുള്ള ബുക്കിലെ വരികൾ എടുത്ത് പഠിപ്പിക്കുന്നു. സച്ചിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് അവർ കൺട്രി. നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ക്രിക്കറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ കഴിവുറ്റ കളിക്കാരൻ സച്ചിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ. സച്ചിൻ നൗണ്. ഇനി തിരിച്ചു വെക്കോളൂ,
He has won many titles. കണ്ടാ, he has won many titles. അപ്പോൾ ഹി എന്നുള്ള വാക്ക് വെച്ച് പ്രൊനൗണായി. ഇനി ഹൂ വെച്ച് നോക്കൂ. നമ്മൾ ഒരു വേദിയിൽ പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഈസ് മിസ്റ്റർ സച്ചിൻ. ദിസ് ഈസ് മിസ്റ്റർ സച്ചിൻ ഹൂ ഹാസ് won the world records. This is Mr. Sachin who has won the world records. അപ്പോൾ സച്ചിൻ എന്ന വ്യക്തിയെ ഈ ഒന്നാമത്തെ വാചക ഭാഗത്തെ രണ്ടാമത്തെ വാചക ഭാഗവുമായിട്ട് ബന്ധിപ്പിച്ചത് ഹു എന്ന പദം കൊണ്ടാണ്. ആ ഹു എന്ന പദമാണ് മക്കളെ റിലേറ്റീവ് പ്രൊനൗൺ. നമ്മൾ പഠിച്ചത് ചോദ്യപദമായിട്ടല്ലേ? യെസ്, it is both a question word and it is a relative pronoun also. ഇതൊരാൾ പറഞ്ഞ് തരാതെ നമുക്ക് മനസ്സിലാവൂ. ഇത് എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ, എങ്ങനെയാണ് ബന്ധപ്പെട്ട്? കണ്ടില്ലേ, സച്ചിൻ മഹാനായ കളിക്കാരനാണ്. അദ്ദേഹം, മലയാളത്തിൽ പറയുന്നു സച്ചിൻ മഹാനായ കളിക്കാരൻ സച്ചിൻ. അദ്ദേഹം ധാരാളം നേട്ടങ്ങൾക്കുടമയാണ് അദ്ദേഹം. ഇതാണ് സച്ചിൻ. ആരാണോ ലോക വേൾഡ് റിക്കാർഡ്സ്, ലോക റെക്കോർഡുകൾ നേടിയിട്ടുള്ളത് അദ്ദേഹമാണ് ഈ വ്യക്തി. കണ്ടോ, ആരാണോ ഹു. എത്ര എളുപ്പം നോക്കൂ. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ ഇതാണ് ബന്ധം. നൗൺ സച്ചിൻ, മനസ്സിൽ ഇത് പഠിച്ചോളൂ മക്കൾ. നൗൺ സച്ചിൻ. റിലേറ്റീവ് പ്രൊനൗൺ എത്തുന്നതിന് മുന്നേ പ്രൊനൗൺ ഉണ്ട്, ഓർക്കണം. ഹി. മൂന്നാമത്തെ റിലേറ്റീവ് പ്രൊനൗൺ ഹൂ. മൂന്നും മാഷ് ഒന്നുകൂടി പറയുന്നു. ദിസ് ഈസ് മിസ്റ്റർ സച്ചിൻ. ഇതാണ് മിസ്റ്റർ സച്ചിൻ. ഹി ഹാസ് വൺ മെനി വേൾഡ് റെക്കോർഡ്സ്. അദ്ദേഹം പല ലോക റെക്കോർഡുകളും നേടിയിട്ടുണ്ട്. മിസ്റ്റർ സച്ചിൻ ഹു ഹാസ് വൺ many world records has achieved ഖേൽരത്ന. ഖേൽരത്ന അവാർഡ് കിട്ടിയ ആളാണ്. ഭാരതരത്ന അവാർഡ് കിട്ടിയ ആളാണ്. ഹൂ. കണ്ടോ, മനസ്സിലായല്ലോ? നോക്കൂ, റിലേറ്റീവ് പ്രൊനൗൺ. ദ വേർഡ് റിലേറ്റഡ് വിത്ത് നൗൺ പേഴ്സൺസ് ആണെങ്കിൽ ഞാനിവിടെ എഴുതി വെച്ച് കണ്ടോ, സച്ചിൻ. ഹൂ ആണാവട്ടെ പെണ്ണാവട്ടെ ഒറ്റ പദമുള്ളൂ. ഉഷ അതേമാതിരി പറയാലോ. ഉഷ ഹാസ് വൺ ഏഷ്യൻ ആൻഡ് 4 ഏഷ്യൻ റെക്കോർഡ്സ്. ഒളിമ്പിക്കിൽ പങ്കെടുത്തു, റെക്കോർഡ് കിട്ടിയിട്ടില്ല. ഒരു സെക്കൻഡിൻ്റെ 100 ഒരു അംശത്തിന് 3rd പ്രൈസ് പോയി. ആൻഡ് ഷീ ഈസ് ഓൾസോ ദ ഗ്രേറ്റ് സ്പ്രിൻറ്റർ ഓഫ് അവർ കൺട്രി. ഓട്ടക്കാരിയാണ്. അപ്പോൾ ഉഷ അവർക്കും കൊടുക്കാം ഹു. സച്ചിൻ അദ്ദേഹത്തിന് കൊടുക്കാം ഹു. ഉഷ ഷി എന്ന് വിളിക്കാം. സച്ചിനെ ഹി എന്ന് വിളിക്കാം. സച്ചിൻ എന്ന് പറയുമ്പോൾ നൗൺ, ഹി എന്ന് വിളിക്കുമ്പോൾ പ്രൊനൗൺ, ഹു എന്ന് ചേർത്തെഴുതുമ്പോൾ റിലേറ്റ് ബന്ധപ്പെടുത്തുന്നു. കണ്ടോ, ഉഷ നൗൺ, ഉഷയെ പ്രൊനൗൺ ആക്കി പറയുമ്പോൾ ഷി, ഉഷയെ റിലേറ്റീവ് പ്രൊനൗൺ ആക്കി പറയുമ്പോൾ ഹു. അതുകൊണ്ട് പറഞ്ഞു മെയിലിനും ഫീമെയിലും ഉപയോഗിക്കാം. അതിൽ നിന്നുണ്ടാകുന്ന 2 പദങ്ങളും കൂടിയാണ് ഹു, ഹൂസ്, ഹും. ഇതൊക്കെ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഇനി അവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ടത് 2-3 മാർക്ക് SSLCക്ക് ഉറപ്പാണ്. ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് അത് എക്സസൈസിൽ തന്നെ അവിടെ വരാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാതിരി പിന്നെ കോൺവെർസേഷൻ ഫില്ലിങ്ങിലേക്ക് വരാം. അവിടെ വെക്കാണ്ട് നമുക്ക് പ്ലേസ് ആണെങ്കിലോ അതിന് വഹിക്കാം. പ്ലേസ് മുംബൈ എന്ന സ്ഥലത്തിന് ഇറ്റ് തന്നെ വഹിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് സിറ്റി. കണ്ട, ഇറ്റ് പ്രൊനൗൺ. എന്നാൽ അത് റിലേറ്റീവ് പ്രൊനൗൺ ആവുന്ന സമയത്ത് വേർ. ഇറ്റ്സ് മുംബൈ വേർ ദ ടെററിസ്റ്റ്സ് അറ്റാക്ക്ഡ് ഫസ്റ്റ്. മുംബൈ നഗരത്തിലെ ഹോട്ടലാണ് ഭീകരവാദികൾ ആദ്യം ആക്രമണം നടത്തിയത്. വേർ എന്നാണ് വെച്ചത്. അത് നിങ്ങൾക്ക് സ്ഥലത്തിനെ കാണിക്കുന്ന പദമാണ് വേറൊന്ന്. അപ്പോഴെന്തൊരു ക്ലൂ കിട്ടുന്നുണ്ടല്ലോ. വ്യക്തിയെ കാണിക്കുന്ന പദം ഹു ആണെങ്കിൽ സ്ഥലത്തിനെ കാണിക്കുന്ന പദം വേറാണെങ്കിൽ സമയത്തിനെ പരാമർശിക്കുന്നതിന് എന്ത് വരും? കണ്ടോളൂ, ടൈം. എന്ത് വരും? വെൻ.
ടൈം. അതിന് മുന്നൊന്നുമുണ്ട്. തിങ്, വസ്തുവിനെ കാണിക്കാം. വാട്ട്, ചോദ്യം നമ്മൾ വാട്ട് ഈസ് ഇറ്റ് എന്ന്. അപ്പം ഇതിന് പകരം കണ്ടോളൂ, സാരി, ഷർട്ട്. വാട്ട് ഈസ് ഇറ്റ് എന്ന ചോദ്യം ചോദിച്ചാൽ വാട്ട് ഈസ് ഇറ്റ് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇറ്റ്സ് എ ഷർട്ട്, ഒരു കവറിൻ്റെ അകത്ത്. അവിടെ നിന്ന് മാറ്റി പഠിച്ചോളൂ. അതിനുപയോഗിക്കുന്ന പദം വിച്ച്. അതാണ് ആദ്യം ഉത്തരം കിട്ടുക നിങ്ങൾക്ക്. പരാ, വാട്ടല്ല, വാട്ടെന്നാ പറഞ്ഞു പോവുക. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഇൻ ദിസ് പാക്കറ്റ്? ഷർട്ട്. എന്നാൽ ഈ ഷർട്ടിനെ പറ്റി ഞാൻ മറ്റൊരു വാക്കായിട്ട് പറഞ്ഞുതരാം. ദിസ് ഈസ് ദ ന്യൂ ഷർട്ട് വിച്ച് മൈ അങ്കിൾ പ്രസൻറ്റഡ്. കണ്ടോ, വിച്ച്, വാട്ടല്ലല്ലോ. ചോദ്യത്തിന് വാട്ടാ വരിക. വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദാറ്റ്, വാട്ട് യു ഹാവ് ഗോട്ട്, അത് ചോദ്യത്തിനാണ്. അപ്പോൾ ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം വാട്ട് വെച്ചെഴുതാൻ പറ്റില്ല, വിച്ച് വെച്ചെഴുതാൻ പറ്റില്ല. ദിസ് ഈസ് ദ ന്യൂ ഷർട്ട് വിച്ച് മൈ ബ്രദർ ഹാസ് ബ്രോട്ട്. കണ്ടോ, വിച്ച്, വിച്ച്. ദിസ് ഈസ് ദ ന്യൂ ബുക്ക് വിച്ച് ഐ ബോട്ട് ഫ്രം ദി ഷോപ്പ്. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പുതിയ പുസ്തകമാണ്. വിച്ച്. ഓർത്തോളൂ, മനുഷ്യനാണെങ്കിൽ ഹു, ആണാകട്ടെ പെണ്ണാകട്ടെ ഒറ്റ പദം. സ്ഥലമാണെങ്കിൽ വർ, വസ്തുവാണെങ്കിൽ വിച്ച്. ഇനി ടൈം, ഈ നാലുമാണ് പ്രധാനം. അപ്പം ടൈമാണെങ്കിലോ വെൻ. ഇറ്റ് ഈസ് ദ ടൈം വെൻ ദി ബേർഡ്സ് കം ഔട്ട്. പുലർച്ചയ്ക്ക് ഒരു 5 മണി 6 മണി ഉറങ്ങാൻ പോയ പക്ഷികളൊക്കെ ഉറങ്ങി പുറത്തേക്ക് വരുന്നത്. അതുമാതിരി +1 ഒരു പാഠത്തിൽ പറയുന്നുണ്ട് നട്ടുച്ച നേരം. ഇറ്റ് ഈസ് ദ ടൈം വെൻ റാബിറ്റ്സ് ഗോ ഇൻ. അവർ റാബിറ്റ്സ്, രാവിലെ ഭക്ഷണം തേടാനിറങ്ങിയ റാബിറ്റ്സ് അവയുടെ മാളങ്ങളിലേക്ക് വലിയുന്ന സമയമാണ് ഉച്ച. കാരണം വലിയ മൃഗങ്ങൾ ഇറങ്ങാൻ വരും. അപ്പോൾ ഇറ്റ് ഈസ് ദ ടൈം, ചാൾസ് ലാമ്പിൻ്റെ ഒരു എസ്സയിലെ പ്രധാനപ്പെട്ട വരിയാണത്. പ്രീ ഡിഗ്രിക്ക്, +2-നും ഡിഗ്രിക്കൊക്കെ ചോദിക്കാം. വെൻ, ദിസ് ഈസ് ദ ടൈം. അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ. ദി സ്പ്രിംഗ് സീസൺ വെൻ all the trees are flowered. കണ്ടോ, when all the trees are flowered. എല്ലാ മരങ്ങളും പൂക്കുന്ന സമയമാണിത് വെൻ. അപ്പോൾ 4 എണ്ണമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഹു, അതിൽ 2 പദങ്ങൾ കൂടി പറഞ്ഞു, ഹും, ഹൂസ്. പിന്നെ എന്തിനെ കാണിക്കുന്നു? ആ ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് ഹു. ഹൂവിൻ്റെ കൂടെ 2 പദങ്ങൾ കൂടി പറഞ്ഞു. ഹു ആര്, ഹും ആർക്ക്, ഹൂസ് ആരുടെ. അത് പറഞ്ഞു, മാഷ് പറഞ്ഞു. സജിനെ കാണിക്കാം ഹു, ഉഷയെ കാണിക്കാം ഹു. ഇനി സ്ഥലത്തിനെ കാണിക്കുന്നു വർ. പരീക്ഷയ്ക്ക് ചോദിച്ച വാരിമാഷ് പറയാം, ദിസ് ഈസ് പെരുമ്പത്തൂർ വേർ, തമിഴ്നാട്ടിലെ സ്ഥലമാണ്. വേർ രാജീവ് ഗാന്ധി വാസ് ബ്ലാസ്റ്റഡ്. രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ച സ്ഥലമാണ് തമിഴ്നാട്ടിലെ പെരുമ്പത്തൂർ. ദിസ് ഈസ് പെരുമ്പത്തൂർ. അല്ലെങ്കിൽ ദിസ് ഈസ് ദ പ്ലേസ്. ഒരു സ്ഫോടനം നടന്നു നമ്മുടെ നാട്ടിൽ. അപ്പം ഡോഗ് സ്ക്വാഡ് വന്നിട്ട് പോലീസ് പറയുന്നു, ദിസ് ഈസ് ദ പ്ലേസ് വേർ ബോംബ് ബ്ലാസ്റ്റഡ്. ഇവിടെയാണ് ബോംബ് ബ്ലാസ്റ്റ് ചെയ്തത്. പ്ലേസ് വേർ. ദിസ് ഈസ് ദ ടൈം വെൻ. ഇനി വാട്ട് ഉപയോഗിക്കുന്ന തമാശ പറഞ്ഞു കണ്ടോളൂ. മാറ്റർ ആണെങ്കിൽ ഒരു കാര്യം, ആ മാറ്റർ എന്ന് പറഞ്ഞാൽ കാര്യമാണ്. അപ്പം നിങ്ങളോട് നിങ്ങളുടെ അടുത്ത സുഹൃത്ത് എന്തോ ഒരു കാര്യം ചെവിയിൽ പറഞ്ഞു, എന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ മറ്റ് 2 പേർക്ക് സംശയം, എന്തോ അവരെ പറ്റി പറഞ്ഞതാണ്, അവർ നിങ്ങളോട് പിണങ്ങാണ്, ഞങ്ങളെ പറ്റിയ അവൻ എന്തോ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അവനോട് പറയാണ്, നിങ്ങളെ പറ്റിയൊന്നല്ല അവർ പറഞ്ഞത്. ഇതിന് പറയാണ്, അവരുടെ വീടിൻ്റെ അടുത്ത് നടന്നൊരു കാര്യം അത് പറയുന്നു. ആ കാര്യത്തിന് ദിസ് ഈസ് ദ ഫാക്റ്റ്, ദിസ് ഈസ് ദ മാറ്റർ വാട്ട് ഷീ സെറ്റ്. അവൾ പറഞ്ഞ കാര്യം ഇതാണ്. അവളുടെ വീടിൻ്റെ അടുത്ത് നടന്ന ഒരു കാര്യമാണ്, ഇന്ന കാര്യമാണ് പറഞ്ഞത്. ദിസ് ഈസ് ദ മാറ്റർ വാട്ട് ഷീ സെറ്റ്. അല്ലെങ്കിൽ ദിസ് ഈസ് ദ മാറ്റർ വാട്ട് ഹീ ടോൾഡ് മീ. ഓർ ദിസ് ഈസ് ദ ഫാക്റ്റ് വാട്ട്
ഷീ സെഡ്. അവൾ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. അതാണ് വാട്ട്. കണ്ടോ? ഇനി റീസൺ ഉപയോഗിക്കും ചിലരും. എന്തുകൊണ്ടാണ്? ദാറ്റ്സ് വൈ ദേ ഡിഡിൻറ്റ് കം. അങ്ങനെ ദാറ്റ്സ് വൈ എന്ന് പറയുന്നതിന് മുന്നേ കണ്ടാവും അവർക്ക് ബസ് കിട്ടാഞ്ഞത് കൊണ്ടാണ്, അവർ വരാഞ്ഞിട്ടല്ല. അവർ വന്നില്ല, നമ്മൾ പരിപാടിക്ക് വന്നില്ല. അന്ന് ബസ് പണിമുടക്കിയവിടെ, അവർക്ക് ബസ് കിട്ടിയില്ല. അവർ വിളിച്ചു പറയുന്നു ബസ് കിട്ടിയില്ലാണ്. ദേ ഡിഡിൻറ്റ് ഗെറ്റ് ദ ബസ് അറ്റ് ടൈം. ദാറ്റ്സ് വൈ ദേ ഡിഡിൻറ്റ് കം. ദാറ്റ്സ് വൈ എന്തുകൊണ്ട്? അപ്പോൾ മക്കൾ മനസ്സിലാക്കിക്കോളൂ. പോണ്ടേ, മനസ്സിലാക്കിക്കോളൂ. ഈ ചോദ്യത്തിന് ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് സത്യത്തിൽ റിലേറ്റീവ് പ്രൊനൗനായിട്ട് വരുന്നത്. പക്ഷെ അല്പസ്ഥലം വ്യത്യാസം കൊടുക്കണം. പറഞ്ഞ് എക്സസൈസിലേക്ക് കിടക്കുകയാണ്. ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്. നൗൺ നാമത്തെ കുറിക്കുന്ന പദമാണ്. പ്രൊനൗൺ സർവനാമമാണ്. റിലേറ്റീവ് പ്രൊനൗൺ അതായത് ഒരിക്കൽ നമ്മളൊരു നാമം ഉപയോഗിച്ച് കഴിഞ്ഞു, ആ നാമത്തിനെ പരാമർശിക്കാൻ വേണ്ടി, ബന്ധപ്പെടുത്താൻ വേണ്ടി, അതേ വാചകം ആക്കാൻ വേണ്ടി, വാചകങ്ങളെ കൂട്ടി ഘടിപ്പിക്കാൻ വേണ്ടി, ക്ലോസ് ആക്കാൻ വേണ്ടി, ക്ലോസിനെ യൂസ് ചെയ്യാൻ വേണ്ടി, ക്ലോസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ആ രണ്ട് വാചകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് വ്യക്തിയാണെങ്കിൽ ഹു ഉപയോഗിക്കുന്നു, സബ്ജക്റ്റ് പ്ലേസ് ആണെങ്കിൽ വേർ ഉപയോഗിക്കുന്നു, സബ്ജക്റ്റ് ടൈം ആണെങ്കിൽ വെൻ ഉപയോഗിക്കുന്നു, സബ്ജക്റ്റ് മാറ്റർ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാതിരി വാട്ടെന്നോ വയ്യെന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നു. സോ ദീസ് ആർ റിലേറ്റീവ് പ്രൊനൗൺസ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ക്വസ്റ്റ്യൻ വേർഡ്സ് മറുതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. പഠിച്ചു വെച്ചോളൂ. മനുഷ്യർക്ക് ഹു, ഹും, ഹൂസ്. അതേപോലെ സ്ഥലത്തിന് വേർ. അതേപോലെ വസ്തുക്കൾക്ക് വിച്ച്. ഒന്നുകൂടി പ്രധാനം, സമയത്തിന് വെൻ. ഇനി പൊതു കാര്യമാണെങ്കിൽ വാട്ട്. അതേപോലെ തന്നെ വീണ്ടും ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. റീസൺ പറഞ്ഞുള്ള കാര്യങ്ങളാണെങ്കിൽ വൈ. യെസ്, ഇത് എക്സസൈസാണ്. അത് ഫില്ല് ചെയ്യാനാണ് നമുക്ക് തരുന്നത്. ഇപ്പോഴും പഠിച്ച തിയറിയുമായിട്ട് ഇതൊന്ന് ബന്ധിപ്പിച്ച് ഫില്ല് ചെയ്യുക. അത്രേ ഉള്ളത്. പേജ് നമ്പർ 136 ടെക്സ്റ്റ് ബുക്ക് SLC. അതിലെ ആക്ടിവിറ്റിയാണ് 1. ഡു യു നോ ദ മാൻ ഡാഷ് ക്ലൈംബ് ദ എവറസ്റ്റ് ഫസ്റ്റ്. ഞാൻ ചില വാക്കുകൾ അർത്ഥത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ചിലത് അല്പം ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കാവുന്ന ചില വാചകങ്ങളുള്ള അത് 1-2 വാക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നോക്കിക്കോളൂ. നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തെ, ആദ്യം എവറസ്റ്റ് കയറിയ വ്യക്തിയെ? ഡു യു നോ ദ മാൻ അല്ലെങ്കിൽ ദ പേഴ്സൺ കൊടുക്കേണ്ട വാക്ക് ഹു. അപ്പം മാൻ എന്ന വാക്കിനെയും ഈ ക്ലോസിനെയും രണ്ടാമത്തെ ക്ലൈംബ്ഡ് ദ എവറസ്റ്റ് എന്ന ഈ ഭാഗത്തെയും റിലേറ്റ് ചെയ്തുകൊണ്ട് ബന്ധിപ്പിക്കുന്നു. ദിസ് ഈസ് ഡു യു നോ ദ പേഴ്സൺ അല്ലെങ്കിൽ ഡു യു നോ ദ മാൻ ഹു. അപ്പോൾ ഹു ആണ് അവിടുത്തെ റിലേറ്റീവ് പ്രൊനൗൺ, വ്യക്തി ആയതുകൊണ്ട്. ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ? പക്ഷെ പറഞ്ഞു വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. രണ്ടും ഒരർത്ഥം കിട്ടുക. ദാറ്റെന്നോ വിച്ചെന്നോ. വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്നത് വിച്ചെന്നോ ദാറ്റെന്നോ. അതിൽ ശരിയേത് തെറ്റേതെന്നൊന്നും അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഈസ് ദ പെൻസിൽ. ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ വിച്ച് ഐ ഗവ് യു ഇൻ ദ മോർണിംഗ്? ഞാൻ കാലത്ത് തന്ന ആ പെൻസിൽ എനിക്ക് തിരിച്ച് എടുക്കാമോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ദാറ്റ് ഐ ഗവ് യു ഇൻ ദ മോർണിംഗ്? പെൻസിൽ വസ്തുവായതുകൊണ്ട് വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. വീണ്ടും അതേമാതിരി വാചകം. എ നോട്ട്ബുക്ക് ഈസ് എ കമ്പ്യൂട്ടർ. ഒരു നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാണ്. വിച്ച് ഓർ ദാറ്റ് ക്യാൻ ബി കരീഡ്. നമുക്ക് ചുമന്ന് കൊണ്ടുപോകാവുന്ന വലിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ചുമന്ന് കൊണ്ടുപോകാമല്ലോ. നോട്ട്ബുക്ക് നമുക്ക് ചുമന്ന് കൊണ്ടുപോകാം. ചുമന്ന് കൊണ്ടുപോകാവുന്ന ഒരു കമ്പ്യൂട്ടറാണ് നോട്ട്ബുക്ക്. അപ്പം വീണ്ടും പറയുന്നു മാൻ ഹു, പെൻസിൽ വിച്ച് ഓർ ദാറ്റ്, കമ്പ്യൂട്ടർ വിച്ച് ഓർ ദാറ്റ്. ഐ വോണ്ട് ഈറ്റ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഓർ ഹോട്ടൽ. അത് കെട്ടിടമാണെങ്കിലും സ്ഥലമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. സ്ഥലമായിട്ടാണ് കണക്കാക്കുക. ഐ വോണ്ട് ഈറ്റ് ഇൻ എ ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ്റ് വേർ നോൺ വെജിറ്റേറിയൻ ഈസ് സപ്ലൈഡ്. നോൺ വെജിറ്റേറിയൻ
കൊടുക്കുന്ന ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. അപ്പം റെസ്റ്റോറൻറ്റ് പ്ലേസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഐ ലിവ് ഇൻ എ പ്ലേസ്, വീണ്ടും പ്ലേസ് തന്നെ വന്നു. ഐ ലിവ് ഇൻ എ പ്ലേസ് വേർ ദർ ആർ ലോഡ്സ് ഓഫ് ഷോപ്സ്. ഞാൻ താമസിക്കുന്നത് ഇത്തരത്തിൽപ്പെട്ടൊരു സ്ഥലമാണ്, ധാരാളം ഷോപ്പുകളുള്ള ഒരു സ്ഥലം. അപ്പോൾ പ്ലേസ് ആയതുകൊണ്ട് വേർ. യെസ്റ്റർഡേ വാസ് എ ഡേ, സമയമാണ്, സമയത്തെ കാണിക്കുന്നതാണ്. യെസ്റ്റർഡേ വാസ് എ ഡേ വെൻ എവറിത്തിങ് വെൻറ്റ് റോങ്. ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു, തൊട്ടതൊക്കെ തരാറിലായി. ഡേ. ലാസ്റ്റ് ഹീ ഈസ് എ ഗുഡ് ടീച്ചർ. അവിടെ നമുക്ക് ഹൂ നല്ല വെക്കേണ്ടത്. ബാക്കി വാചക ഭാഗം കൊണ്ട് നോക്കുക. ഓൾ ഓഫ് എസ് റെസ്പെക്റ്റ്. ഹു ഓൾ ഓഫ് എസ് റെസ്പെക്റ്റ് അല്ല, ഹും ഓൾ ഓഫ് എസ് റെസ്പെക്റ്റ്. വൺസ് അഗെയിൻ ഒന്നുകൂടി നോക്കൂ. ഡു യു നോ the man or do you know the person who climbed the Everest first? Can I have the pencil which or that I gave you in the morning? അതുകൊണ്ട് കൂട്ടി വായിക്കുന്നു. Can I have the pencil that I gave you in the morning? മൂന്നാമത്തത്, a notebook is a computer which can be carried. Which can be carried. 4, I won't eat in a restaurant or in a hotel where non-vegetarian is supplied. I live at a place or I live in a place വീണ്ടും where ആണ്, there are lots of shops. Yesterday സമയമാണ്. Yesterday was a day when everything went wrong. He is a good teacher whom all of us respect. So this is the exercise of relative pronouns. Thank you.